വെള്ളച്ചാട്ടങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലാൻഡിലെ ഒരു അതിമനോഹരമായ ഗ്രാമമാണ് ലൗട്ടർബ്രൂണൻ. ഇവിടുത്തെ ജനസംഖ്യ തന്നെ വെറും 2500-ൽ കുറവാണ്. ക്യാമറയുടെ മുന്നിൽ വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഇവരെ പിടിച്ചിരുത്തിയിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിൽ മാത്രം കിട്ടുന്ന റിവെല്ല എന്ന സോഫ്റ്റ് ഡ്രിങ്ക് ഓഫർ ചെയ്തിട്ടാണ്. ചീസ് പ്രൊഡക്ഷനായി പാലിൽ നിന്ന് ഫാറ്റും പ്രോട്ടീനും മാറ്റിയ ശേഷം അവശേഷിക്കുന്ന മിൽക്ക് വേ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹെൽത്തിയായ ഒരു സോഫ്റ്റ് ഡ്രിങ്കാണ് റിവെല്ല. ലൗട്ടർബ്രൂണൻ്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ഈ താഴ്വരയിൽ 72 വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ താഴ്വരയുടെ ചുറ്റും പാറമലകളാണ്. ഈ മലകളുടെ എല്ലാം മുകളിൽ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുമുണ്ട്. അതിൽ ചിലതാണ് മ്യൂരൻ, വെങ്കൻ, ഗിമ്മൽവാൾഡ് എന്നിങ്ങനെ. ഇവിടേക്കെല്ലാം എത്തിച്ചേരാൻ കേബിൾ കാർ സൗകര്യങ്ങളുമുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ഫേമസും ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമായ വെള്ളച്ചാട്ടം സ്റ്റൗബക്ക് ഫോൾസ് തന്നെയാണ്. ഏകദേശം 300 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന വെള്ളച്ചാട്ടമാണിത്. സ്വിറ്റ്സർലാൻഡിൽ ഒരു കർശന നിയമമുണ്ട്. കൃഷി ചെയ്യാത്ത സ്ഥലത്തെല്ലാം പുല്ല് വെച്ച് പിടിപ്പിക്കണമത്രേ. അതുമാത്രമല്ല, ആ പുല്ല് 2 ഇഞ്ച് ഉയരത്തിൽ കൂടുതൽ വളരാനും പാടില്ല. ഭംഗിയായി വെട്ടി നിർത്തുകയും വേണം. ഒരുപക്ഷെ ഈ നിയമം തന്നെയാകാം ഈ രാജ്യത്തിന് ഇത്രയും മനോഹാരിത കൊടുക്കുന്നത്. ഒക്ടോബർ മാസം അവസാനമാണ് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡ് സന്ദർശിച്ചത്. യാത്ര ചെയ്യാനും ഹൈക്കിങ്ങിനും യോജിച്ച കാലാവസ്ഥയാണിത്. മോർണിംഗ് ടെമ്പറേച്ചർ ഏകദേശം 4 to 5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇവിടെ ഓട്ടം സീസൺ ആരംഭിച്ചിരിക്കുന്നു. പച്ച പരവതാനിയിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന മരങ്ങളുടെ ഇലകളെല്ലാം മഞ്ഞ നിറമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. സ്വിറ്റ്സർലാൻഡിൽ ഭവന നിർമ്മാണത്തിനും പ്രത്യേക നിയമങ്ങളുണ്ട്. ആ രാജ്യത്തിൻ്റെ പൈതൃകത്തിനും സംസ്കാരത്തിനും യോജിച്ച രീതിയിലുള്ള വീടുകളായിരിക്കണം നിർമ്മിക്കേണ്ടത്. ഭൂരിഭാഗം വീടുകളും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും ഇണങ്ങുന്ന രീതിയിൽ പരമ്പരാഗതമായി മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ്. കനത്ത മഞ്ഞുവീഴ്ചയെ ചെറുത്തു നിൽക്കാൻ മേൽക്കൂരകളെല്ലാം ചെരിഞ്ഞ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ വീടിന് മുന്നിലും ആ വീട് പണിതു കഴിഞ്ഞ വർഷവും ആ വീടിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ബാൽക്കണിയിലും ജനലരികിലുമെല്ലാം പൂച്ചട്ടികൾ വെച്ച് ഈ വീടുകൾ അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു.